ഓഗസ്റ്റ് 2019 ഈ വാഹനം റെനോ വിപണിയിൽ ഇറക്കിയത്. അപ്പോൾ ഇത് ഒരു സബ് 4 മീറ്റർ MPV സെഗ്മെൻറ്റിൽ 7 സീറ്റർ വാഹനമായിട്ടാണ് വരുന്നത്. ഇത് മെയിനായിട്ട് 4 വേരിയൻറ്റിലാണ് ഇറക്കുന്നത്. RXE, RXL, RXT, RXZ എന്ന് പറയുന്ന 4 വേരിയൻറ്റിലാണ് വരുന്നത്. 5 കളർ ഓപ്ഷനാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ബ്ലൂവും അതുപോലെ തന്നെ ഓറഞ്ച് കളറുമാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5.9 ലക്ഷം തൊട്ട് 8 ലക്ഷം വരെയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് കൊച്ചിയിലെ. ഇതിൽ RXE ബേസ് മോഡലായ RXEക്ക് മുകളിലുള്ള 3 വേരിയൻറ്റിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. ഒരു 50,000 രൂപയാണ് എക്സ്ട്രാ അതിനായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 1 ലിറ്റർ എഞ്ചിനാണ്, 3 സിലിണ്ടർ 1 ലിറ്റർ എഞ്ചിനാണ്. പിന്നെ ഇതിൻ്റെ ഒരു ടർബോ എഞ്ചിൻ അടുത്ത് തന്നെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 15 തൊട്ട് 17 വരെയാണ് ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. ഫ്രണ്ട് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത് റെനോയുടെ ലോഗോ തന്നെയാണ്. ഒരു വലിയൊരു ലോഗോയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബോണറ്റിലോട്ട് കട്ട് ചെയ്ത് കയറി നിൽക്കുന്ന രീതിയിലാണ് ലോഗോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സിൽവറിൻ്റെ ഇൻസെർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രില്ലിൽ. പിന്നെ ഹെഡ് ലാമ്പിലോട്ട് വരുമ്പോൾ ഇതൊരു പ്രൊജക്ട് ഹെഡ് ലാമ്പാണ്. ബേസ് മോഡൽ തൊട്ട് പ്രൊജക്ട് ഹെഡ് ലാമ്പാണ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്രോമിൻ്റെ ഒരു സ്ട്രിപ്പ് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കളർ സ്മോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് LED DRL കാണാൻ പറ്റും. അതൊരു ബ്ലാക്ക് കളറിലുള്ള ക്ലാഡിങ്, അതിന് ചുറ്റും സിൽവറിൻ്റെ ഇൻസെർട്ട് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, സിൽവർ കളർ, ഒരു MPVയുടെ ലുക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബോണറ്റിലോട്ട് വരുമ്പോൾ ഇതൊരു 4 ക്രീസ് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ കുറച്ച് താഴ്ന്നിരിക്കുന്നു, 2 സൈഡിലും മുന്തിരിക്കുന്നു. വീണ്ടും ഹെഡ് ലാമ്പിൻ്റെ പൊസിഷൻ വരുമ്പോൾ താഴ്ന്നിരിക്കുന്നു. ഇതൊരു മസ്കുലർ ലുക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ വാഷറുണ്ട്, അതിൻ്റെ 3 സ്പ്രേ ആണ് ഇതിൽ നിന്ന് വരുന്നത്. നമുക്ക് വണ്ടിയുടെ സൈഡിലോട്ട് ഒരു മാതിരി തന്നെ ടയറിൽ നിന്ന് തുടങ്ങാം. ഇത് 185, 65, 15 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. പക്ഷേ ഇത് അലോയ് വീലല്ല, ഇതൊരു വീൽ കപ്പാണ്. പക്ഷേ അലോയ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു വീൽ കപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്, ഈ ഫെൻഡറിലാണ് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വീൽ ആർച്ചിൽ ബ്ലാക്കിൻ്റെ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലോട്ട് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാഡിങ് ഡോറിൽ 2 ഡോറിലും ക്ലാഡിങ് വരുന്നുണ്ട്. പിന്നെ മിറർ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേൺ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റഡ് അല്ല, അത് ഫെൻഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ആക്സിഡൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാലും തട്ടിക്കഴിഞ്ഞാലും ചില്ല് പൊട്ടാത്ത രീതിയിൽ നമുക്കിത് ഇങ്ങനെ മടങ്ങുന്ന ടൈപ്പ് ഒരു മിററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സൈഡിലോട്ട് വരുമ്പോൾ ഈ ഡോറ് അത്യാവശ്യം നല്ല വീതിയുള്ളൊരു ഡോറാണ്. കാരണം 3rd റോയിലോട്ട് കയറാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നല്ല വീതിയുള്ളൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡ് മോഡലാണ്, ഇതിൻ്റെ ബാഡ്ജിങ് കൂടിയാണ് വരുന്നത്. പിന്നെ നമ്മൾ റൂഫിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കാരിയർ കൊടുത്തിട്ടുണ്ട്. ഇത് മാക്സിമം 50 കിലോ വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കാരിയറാണ്. ഇത് ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടല്ല, ഫങ്ഷണൽ കാരിയർ തന്നെയാണ്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ റൂഫ് കുറച്ച് മുകളിലോട്ട് പൊന്തി വരുന്നതായിട്ട് കാണാം. അത് ഉള്ളിലുള്ള ഹെഡ് സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബൾജ് കൊടുത്തിരിക്കുന്നത്. അത് പിന്നിലോട്ട് വരെ ബൾജ് കൊടുത്തിട്ടുണ്ട്. റേഡിയോ ആൻറ്റിനയും നമുക്കവിടെ കാണാൻ പറ്റും. ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുകയാണെങ്കിൽ ഇത് 182 NM ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. ഫ്രണ്ടിൽ വീലാർച്ചിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു ബൾജ് വരുന്നുണ്ട്. അപ്പോൾ അതിവിടെ വന്നിട്ട് അവസാനം ടേൺ ഇൻഡിക്കേറ്ററിൽ അവസാനിക്കുന്ന രീതിയിലൊരു ബൾജ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 40 ലിറ്ററാണ്. പിന്നെ മൈലേജ് ഉദ്ദേശം ഒരു 15-17 ആ റേഞ്ചിലാണ് മൈലേജ് കിട്ടുന്നത്. റെനോൾട്ടിൻ്റെ ബാഗിൽ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ട്രൈബർ എന്ന് പറയുന്ന ലെറ്ററിങ്ങും പിന്നെ റെനോയുടെ ലോഗോ തന്നെയാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. പിന്നെ റെനോൾട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ലൈറ്റ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്പ്ലിറ്റ് ടെയിൽ ലൈറ്റാണ്. ഇതൊരു ഈഗിൾ ബേക്ക് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിന് താഴെ എനർജി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എഞ്ചിൻ്റെ പേരാണ് എനർജി എന്ന് പറയുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് ബ്ലാക്കിൻ്റെ ഒരു ക്ലാഡിങ് ഉണ്ട്. അതിനും താഴെ സിൽവർ കളറിലുള്ളൊരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് വരാണെങ്കിൽ സ്പോയിലർ ഉണ്ട്, അതിൽ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ് ഉണ്ട്, റിയർ വാഷർ, ഡിഫോഗറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്പർ പ്ലേറ്റിന് തൊട്ട് മുകളിലായിട്ടാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. പിന്നെ ബൂട്ട് റിലീസും അവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ അടിഭാഗത്തായിട്ടാണ് സ്റ്റെപ്പിനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പിനിയും ഒരു റെഡ് കളറിലുള്ള പെയിൻറ് അടിച്ചിട്ടുണ്ട്. അതുകൂടാതെ 80 എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് സ്റ്റെപ്പിനി മാക്സിമം 80 കിലോമീറ്റർ സ്പീഡ് വരെയാണ് സ്റ്റെപ്പിനിയുടെ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ 80 എന്ന് പറഞ്ഞിട്ട് അതൊരു സ്റ്റിക്കർ കൊടുത്തിരിക്കുന്നത്. ഇതൊരു 4 മീറ്റർ താഴെയുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഉള്ളിൽ ഇത്ര സ്പേസ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോണറ്റിൻ്റെ സെക്ഷൻ നോക്കിയാൽ അറിയാം. ഇത് വളരെ ചെറിയൊരു ബോണറ്റാണ്. ഇതിൻ്റെ ലെങ്ത്ത് മാക്സിമം കുറച്ചിട്ട് അതിനനുസരിച്ചുള്ള ചെറിയൊരു എൻജിനാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ
ബാക്കിൽ ടയർ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പിന്നിലായിട്ടാണ് ടയർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും സ്പേസ് ഈ വണ്ടിയുടെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയത്. ഇതിൻ്റെ ഡോറ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 2 ടോൺ കളറാണ് വരുന്നത്. ബ്ലാക്കും ബീജും കൂടി ഒരു 2 ടോണിൻ്റെ കളറിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽ സിൽവർ കളറിലുള്ള പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കൈയൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ഗ്ലോസി ബ്ലാക്കിലാണ് ഇതിൽ സ്വിച്ചുകളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ വിൻഡോയുടെ 4 സ്വിച്ച്, പിന്നെ പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. പിന്നെ ഡ്രൈവർ സൈഡിലെ പവർ വിൻഡോ ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. പിന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇതാണ് സ്പീക്കർ. ഇത് 4 സ്പീക്കറും 2 ടീറ്റർ വരുന്ന ഒരു സിസ്റ്റമാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് 2 ബോട്ടിൽ വയ്ക്കാൻ പറ്റുന്ന അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ സീറ്റ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. പിന്നെ സീറ്റിലിരിക്കുമ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ കുറച്ച് ഹൈ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് റോഡൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കണ്ട് നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് ഫിക്സ്ഡ് ഹെഡ് റെസ്റ്റ് ആണ്, അഡ്ജസ്റ്റബിൾ അല്ല. പിന്നെ ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ എയർ ബാഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 പാസഞ്ചർ സൈഡിലും സീറ്റിൻ്റെ സൈഡിലായിട്ടാണ് എയർ ബാഗ് വരുന്നത്. ഇൻറ്റീരിയർ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഡ്യുവൽ ടോൺ ഫിനിഷാണ്, ബ്ലാക്കിൻ്റെ ബീജിൻ്റെയും ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു നീളത്തിലുള്ള ഒരു സിൽവറിൻ്റെ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഈ 4 AC വെൻറ്റുകളും പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിലാണ്. പിന്നെ നമുക്കിതിലൊരു മീഡിയ നൗ സിസ്റ്റം ഉണ്ട്. ഇത് 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് നമുക്കൊരു എയർക്രാഫ്റ്റ് സ്റ്റൈൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്വിച്ച് ഉണ്ട്. അപ്പോൾ അത് റിയർ ഡിഫോഗർ, ഹസാർഡ് ലൈറ്റ്, പിന്നെ ലോക്കിൻ്റെ സ്വിച്ച്. ഇത്രയും 3 സ്വിച്ചുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ അതിന് താഴെയായിട്ടാണ് നമ്മുടെ AC കൺട്രോൾസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 3 റൗണ്ടിലുള്ള നോബ്സാണുള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ളത് AC പൊസിഷൻ സെറ്റ് ചെയ്യാൻ, പിന്നെ സെൻറ്ററിലുള്ളത് ഫാനിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാൻ, പിന്നെ എയർ സർക്കുലേഷൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നോബുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലുള്ളതാണ് AC കൂളിംഗ് സെറ്റ് ചെയ്യാൻ. പിന്നെ AC ഓൺ ആക്കാനുള്ള സ്വിച്ചും അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് താഴെയായിട്ടാണ് നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അത് മൊബൈൽ, വണ്ടിയുടെ കീ ഒക്കെ നമുക്ക് ഇവിടെ വയ്ക്കാൻ സാധിക്കും. പിന്നെ അത് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഇവിടെ ഒരു ഹമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊബൈലോ കാറിൻ്റെ കീ ഒക്കെ അവിടെ വെച്ചത് പുറത്തോട്ട് വരില്ല. പിന്നെ അതിന് താഴെയാണ് നമുക്ക് പുഷ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റും ക്രോമിൻ്റെ ഒരു റിങ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് USB അതുപോലെ തന്നെ ഓക്സിലറി കണക്ഷനൊക്കെ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് താഴെയാണ് ഗിയർ ലിവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ ഇതിൻ്റെ റിവേഴ്സ് ഫ്രണ്ടിലോട്ടാണ്. അപ്പോൾ ഇതിന് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്, അത് മുകളിലോട്ട് പുള്ള് ചെയ്തിട്ട് വേണം റിവേഴ്സിലോട്ട് ഇടാനായിട്ട്. പിന്നെ അതിന് താഴെ നമുക്ക് വന്നിരിക്കുന്നത് പാർക്കിംഗ് ബ്രേക്കാണ്. പിന്നെ 2 കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോറേജ് സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. പിന്നെ അതുകൂടാതെ ഇത് കൂളിംഗ് ഫംഗ്ഷനും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബോട്ടിൽസൊക്കെ തണുക്കാനായിട്ട് വയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിന് ഉള്ളിലായിട്ടൊരു നോബുണ്ട്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് തണുപ്പ് വരും. പിന്നെ അതുകൂടാതെ ഇവിടെ വന്നിരിക്കുന്നത് പിന്നിലേക്കുള്ള AC കൺട്രോളാണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സെൻട്രൽ കൺസോളിൽ മെയിനായിട്ടുള്ളത്. ഡ്രൈവറിൽ 2 ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്, മുകളിലും താഴെയായിട്ട്. അപ്പോൾ മുകളിലെ ഗ്ലൗ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്ലൗ ബോക്സ് ആണ്. അത്ര ഡീപ്പല്ല, അതിലും കുറച്ച് സാധനങ്ങൾക്ക് ഇതിൽ വയ്ക്കാൻ സാധിക്കും. താഴെയുള്ള ഗ്ലൗ ബോക്സ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള നല്ല വലിപ്പമുള്ളൊരു ഗ്ലൗ ബോക്സ് ആണ്. പിന്നെ അതിൽ നമുക്ക് സൺഗ്ലാസ് വെക്കാനായിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പേഴ്സ് വെക്കാനായിട്ടുള്ള പോർഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇത് കൂളിംഗ് ഫംഗ്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു നോബ് ഉണ്ട്, അത് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൂളിംഗ് ഫംഗ്ഷൻ കൂടി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സൺവൈസർ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വാനിറ്റി മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്യാബിൻ ലൈറ്റാണ് കാണുന്നത്. പിന്നെ അതിന് മുകളിലായിട്ട് കാണുന്നതാണ് ബ്ലൂടൂത്തിൻ്റെ മൈക്ക്. മിററിൽ മാനുവൽ അഡ്ജസ്റ്റ് മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലെ സൺവൈസറിലും വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഹോം സ്ക്രീനിൽ ഇത്തരം കാര്യങ്ങളാണുള്ളത്. മുകളിലായിട്ട് നമുക്ക് ടൈം കാണാൻ പറ്റും. പിന്നെ റേഡിയോ, മീഡിയ, ഡ്രൈവിംഗ്, എക്കോ, ഫോൺ, സെറ്റിങ്സ്, ഇത്രയാണ് 5 മെനൂസാണ് വരുന്നത്. നമ്മൾ റേഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക്
ചാനലുകൾ മാറ്റാം, അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ മീഡിയ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് അല്ലെങ്കിൽ ഓക്സിലറി ഒക്കെ വെച്ച് ബ്ലൂടൂത്ത് വെച്ച് ഫോൺ പെയർ ചെയ്യാം, ഓക്സിലറി. അതുപോലെ തന്നെ USB കണക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ പ്ലേ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് ആണോ ഓക്സ് ആണോ ഏതാണെന്നുള്ളത് ഓപ്ഷൻസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം നമുക്ക് ഡ്രൈവിംഗ് എക്കോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ സ്റ്റൈലാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് 5 സ്റ്റാർ ആണ്. അതായത് ആക്സലറേഷൻ ഹാർഡായിട്ട് ആക്സലറേഷൻ ഒന്നും ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ടാണ് ആക്സലറേഷൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നല്ല സ്റ്റാർ കിട്ടും, 5 സ്റ്റാർ കിട്ടും. പിന്നെ ഗിയറൊക്കെ പ്രോപ്പറായിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർ റേറ്റിംഗ് കൂടുതൽ കിട്ടും. പിന്നെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ആണ്. ഇപ്പോൾ സഡൻ ബ്രേക്കിംഗ് ഒക്കെ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റിംഗ് കുറയും. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, 89 ഔട്ട് ഓഫ് 100. പിന്നെ ട്രിപ്പ് റിപ്പോർട്ട് ഉണ്ട്. ട്രിപ്പ് റിപ്പോർട്ട് ആവറേജ് ഫ്യൂവൽ കൺസപ്ഷൻ, ആവറേജ് സ്പീഡ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ട്രിപ്പ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. പിന്നെ എക്കോ കോച്ചിങ് എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് റെക്കമെൻഡേഷൻ കാര്യങ്ങൾ. സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ അത്ര അധികം വലിപ്പമൊന്നുമില്ലാത്തൊരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. സെൻറ്ററിലായിട്ട് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൻ്റെ ഉള്ളിലാണ് റെനോയുടെ ലോഗോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് എയർ ബാഗ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സിൽവർ കളറിലുള്ള ഒരു പ്ലേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മീഡിയ നാവിഗേഷൻ്റെ സ്വിച്ചൊന്നും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഫിസിക്കലായിട്ട് മീഡിയ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ട്രാക്ക് മാറ്റാനുള്ള സ്വിച്ചൊന്നും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സ്റ്റിയറിംഗിലും ഇല്ല, അതുപോലെ തന്നെ സെൻട്രൽ കൺസോളും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടാക്കോമീറ്റർ, RPM മീറ്റർ. റൈറ്റ് സൈഡിൽ വരുന്നത് ഫ്യൂവൽ ഗേജും പിന്നെ മുകളിൽ വരുന്നത് ടെമ്പറേച്ചർ ഗേജുമാണ്. പിന്നെ വാർണിംഗ് ലൈറ്റുകളുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് സെൻറ്ററിൽ കാണുന്നതാണ് MID. അപ്പോൾ അതിൽ 0 kmph അത് സ്പീഡ് കാണിക്കുന്ന പൊസിഷനാണ്. പിന്നെ അതിന് താഴെ നമുക്ക് 489 കിലോമീറ്റർ എന്ന് പറയുന്നത് ഓഡോമീറ്ററാണ്. വണ്ടി ഇത്രയും ഓടിയ ദൂരമാണ് കാണിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്ത് കിടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വാർണിംഗ് ലൈറ്റ് ഉണ്ട്. പിന്നെ റേഞ്ചാണ് ഇപ്പോൾ കാണിക്കുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള പെട്രോൾ അനുസരിച്ച് എത്ര ദൂരം ഓടാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അടുത്ത മോഡുകൾ നോക്കാം. അത് ഇൻസ്റ്റൻറ്റ് ഫ്യൂവൽ എഫിഷ്യൻസി ആണ്. അപ്പോൾ വണ്ടി ഇപ്പോൾ റണ്ണിങ്ങിലാവുമ്പോൾ എത്ര ലൈവ് മൈലേജ് കിട്ടുന്നുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ ഓരോ ട്രിപ്പ് മീറ്ററാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഫ്യൂവൽ, എത്ര ഫ്യൂവൽ ഈ ട്രിപ്പിൽ യൂസ് ചെയ്തു. പിന്നെ അടുത്തത് ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി. 2 ട്രിപ്പ് ഉണ്ട്, അതിൽ ഫ്യൂവൽ എഫിഷ്യൻസി ആണ് ഈ കാണിക്കുന്നത്. ട്രിപ്പ് ബിയിൽ ഇത് ഓടിയ ദൂരമാണ് കാണിക്കുന്നത്. സെക്കൻഡ് റോ സീറ്റിൽ ഡോറാണത്. അപ്പോൾ അതിൽ ഹാൻഡ് റെസ്റ്റ്, കൈ വയ്ക്കുന്ന സ്ഥലത്ത് ഫാബ്രിക്കിൻ്റെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പവർ വിൻഡോയുടെ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഹാൻഡിലും സിൽവർ കളറിൻ്റെ പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീക്കർ കാണാം. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ സ്റ്റോറേജ് സ്പേസും നല്ല അത്യാവശ്യം ബോട്ടിൽസൊക്കെ വയ്ക്കാൻ പറ്റുന്ന വലിയ സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് റോ സീറ്റിൻ്റെ 2 പില്ലറിലുമായിട്ട് AC-യുടെ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പില്ലറിലും ഉണ്ട്. പിന്നെ നമുക്കത് ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആവശ്യമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ ആ സീറ്റ് ഫുൾ ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ടിരിക്കുകയാണ്, ഡ്രൈവർ സീറ്റ് ഫുൾ ബാക്കിലോട്ട് ഇറക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലെഗ് സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഹെഡ് സ്പേസ് ആണെങ്കിൽ ആവശ്യത്തിന് അധികമുണ്ട്, നല്ല ഹെഡ് സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വിട്ട് നോക്കുകയാണെങ്കിൽ ഇത് അധികം വിട്ടുള്ള വണ്ടിയല്ല, എന്നാലും 3 പേർക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കുന്ന ഒരു സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹെഡ് റെസ്റ്റ് അത്ര സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡായിട്ടുള്ള ഹെഡ് റെസ്റ്റാണ്. ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലോർ കംപ്ലീറ്റ്ലി ഫ്ലാറ്റാണ്. ഇതിൽ ട്രാൻസ്മിഷൻ ടണലിൻ്റെ ആ ഹമ്പൊന്നും ഇതിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നടുവിലിരിക്കുന്നവർക്ക് വളരെ കംഫർട്ടബിളായിട്ട് കാല് വെച്ചിരിക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ഫ്രണ്ടിലോട്ടും പിന്നിലോട്ടും ഈ സീറ്റ് നീക്കിയിടാൻ സാധിക്കും. ഇപ്പോൾ ഇതേപോലെ നമുക്ക് ലെഗ് സ്പേസിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സീറ്റ് സ്ലൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ്, 40% 60%. അപ്പോൾ ഓരോ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് കയറ്റിടാനും ഇറക്കിടാനായിട്ട് സാധിക്കും. കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് സൈഡിൽ ലിവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിവർ ജസ്റ്റ് ഒന്ന് പുൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ സ്ലൈഡ് ചെയ്ത് നമുക്ക് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും. ബാക്കിലെ AC കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബാണ് കൊടുത്തിരിക്കുന്നത്. 3 പൊസിഷനാണ് അതിൽ വരുന്നത്.
അപ്പോൾ ബാക്കിലെ പാസഞ്ചേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ AC-യുടെ കൂളിംഗ് അവിടെ സെറ്റ് ചെയ്യാം. പിന്നെ സാധാരണ വണ്ടികളെല്ലാം ബാക്ക് സൈഡിൽ AC വെൻറ്റിൽ ബ്ലോവർ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് എയർ മാത്രമേ വരുള്ളൂ. പക്ഷേ ഈ വണ്ടിയിൽ സെപ്പറേറ്റ് ആയിട്ട് കൂളിങ്ങും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. തേർഡ് റോയിലോട്ട് കയറുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഡോർ അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതെങ്ങനെയാണ് തേർഡ് റോയിലോട്ട് കയറുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ സീറ്റിലായിട്ട് ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രസ് ചെയ്തെങ്ങനെ നമുക്കത് ഫോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രസ് ചെയ്യുക, ആദ്യം തന്നെ ഹെഡ് റെസ്റ്റ് ഫുള്ള് പ്രസ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ലിവർ തിരിച്ച് കഴിഞ്ഞാൽ ഇത് ഫോൾഡ് ആവും. അതിനുശേഷം സീറ്റ് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പൊന്തിച്ചിടാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ശേഷം ഇതിനുള്ളിലോട്ട് കയറാം. ഞാൻ വണ്ടിയുടെ തേർഡ് റോ സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുപേർക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ കാല് കുറച്ചിങ്ങനെ മുട്ട് പൊന്തിയിരിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് കാല് ഇരിക്കുള്ളൂ. പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഗ് സ്പേസ് നമുക്ക് അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ സെക്കൻഡ് റോ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്നതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് മുമ്പിലോട്ട് കയറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്പേസ് ഇവിടെ കിട്ടും. പിന്നെ ഹെഡ് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഹെഡ് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ 2 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റ് ബെൽറ്റ് ഉണ്ട്. പിന്നെ കൈ വയ്ക്കാനായിട്ട് ഇവിടെ ഒരു ആംറെസ്റ്റ് ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലെ ആംറെസ്റ്റിൽ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വാർട്ടർ ഗ്ലാസ് അത്യാവശ്യം വലിപ്പമുള്ള ക്വാർട്ടർ ഗ്ലാസ് ആണ്, അതുകൊണ്ട് വെളിച്ചക്കുള്ളിലോട്ട് കിടക്കും. പിന്നെ ഇവിടെ ഡോർ ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ AC വെൻറ്റുകൾ ഇവിടെ മുകളിൽ 2 സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 3 ദിവസം യൂസ് ചെയ്യുമ്പോൾ 84 ലിറ്ററിൻ്റെ ചെറിയൊരു ബൂട്ട് സ്പേസ് മാത്രമേ നമുക്ക് ഇതിൽ കിട്ടുള്ളൂ. ഒരു 3 ചെറിയ ബാഗൊക്കെ വയ്ക്കാവുന്ന സ്ഥലമേ ഉള്ളൂ. പിന്നെ സീറ്റ് ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നതുകൊണ്ട് ഇതിന് താഴെയുള്ള ഭാഗം മാത്രമാണ് യൂസബിൾ ആയിട്ടുള്ളതുള്ളൂ. പിന്നെ നമുക്ക് ഈ 2 സീറ്റും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഈ 2 സീറ്റ് ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 625 ലിറ്ററിൻ്റെ വലിയൊരു ബൂട്ട് സ്പേസാണ് നമുക്ക് കിട്ടുക. ഈ സീറ്റ് ഫോൾഡ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഈ നോബ് പുഷ് ചെയ്യാം, അതിനുശേഷം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്യാം. അതിന് തന്നെ ഹെഡ് റെസ്റ്റ് ഏറ്റവും താഴത്തെ പൊസിഷനിൽ വയ്ക്കാം. ശേഷം നോബ് പുഷ് ചെയ്ത് അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു സ്ട്രാപ്പ് വരുന്നതാണ്. ആ സ്ട്രാപ്പ് പൊന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സീറ്റ് മുഴുവനായിട്ട് അങ്ങോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ 620 ലിറ്ററിൻ്റെ ഒരു വലിയൊരു ബൂട്ട് സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. 71 bhp ആണ് പവർ വരണത്. 96 Nm ആണ് അതിൻ്റെ ടോർക്ക് വരണത്. പിന്നെ ഇതിൻ്റെ ഒരു ടർബോ പെട്രോൾ വരാൻ സാധ്യതയുണ്ട്. അത് വരുമ്പോൾ ഏകദേശം ഒരു 100 bhp പവർ വരും. ഇവിടെ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻസുലേഷന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. NVH കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വാഷറിൻ്റെ ഫ്ലൂയിഡിൻ്റെ പൈപ്പാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ എഞ്ചിൻ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എയർ ഇൻടേക്ക് വാൽവാണിത്. ഇത് ഫ്രണ്ടിൽ തന്നെ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എയർ ഫിൽറ്റർ, എക്സൈഡിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. EC യൂണിറ്റ്, ഇത്തരം കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ബേ ആണ്. പിന്നെ ഇതൊരു വളരെ ചെറിയ എഞ്ചിനുമാണ്. ഈ കാണുന്നതാണ് വാഷറിൻ്റെ ഫ്ലൂയിഡ് ഒഴിക്കുന്നതിന് ടാങ്ക്. പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടെ വിൻഷീൽഡിൻ്റെ അവിടെയായിട്ട് കയറ്റി കൊടുത്തിരിക്കുന്നത്. റെനോ ട്രൈബറിൻ്റെ കീ എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് കാർഡ് ടൈപ്പിലുള്ളൊരു കീ ആണ്. അപ്പോൾ ഒരു സൈഡിൽ റെനോയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലാണ് മെയിനായിട്ടുള്ള കീസ് എല്ലാം വരുന്നത്. 4 കീസാണുള്ളത്. ലോക്ക്, അൺലോക്ക്, പിന്നെ അതുപോലെ തന്നെ ബൂട്ട് റിലീസ് ചെയ്യാനായിട്ടുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാബിനിലെ ലൈറ്റ് നമുക്ക് റിമോട്ടിൽ ഓൺ ചെയ്യാൻ പറ്റും. അത്ര 4 ബട്ടനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ ഓട്ടോമാറ്റിക് ലോക്ക് അൺലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കീ മാത്രം നമ്മുടെ കയ്യിൽ മതി. ഇപ്പോൾ ഞാൻ ഈ കീ എൻ്റെ പോക്കറ്റിലിടാണ്. അത് ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു നിശ്ചിത അകലത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവും. അപ്പോൾ എനിക്ക് ലോക്ക് വെച്ച് തിരിക്കാതെ ഡയറക്റ്റ് ഡോർ തുറന്ന് ഉള്ളിലോട്ട് കയറാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വണ്ടിയിൽ നിന്ന് നിശ്ചിത ദൂരം നമ്മൾ പിന്നോട്ട് മാറുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കും ആവും. അപ്പോൾ നമ്മളത് കീ ജസ്റ്റ് പോക്കറ്റിൽ മാത്രം വിട്ടു വെച്ചാൽ മതി. അതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഓണറിനെ പരിചയപ്പെടാം. അപ്പോൾ വണ്ടീനെ ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് എന്താണ് വണ്ടീൻ്റെ അഭിപ്രായം? വണ്ടി നല്ല അഭിപ്രായം പറഞ്ഞു. കാരണം നമുക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാം. നമുക്ക് ഫാമിലിക്ക് ഒരു 7 ആക്കി ഇരുന്ന് നമുക്ക് സ്വന്തം യാത്ര ചെയ്യാൻ പറ്റും. വണ്ടി ഓടിക്കാൻ കംഫർട്ടബിളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല അഭിപ്രായം പറയാൻ പറ്റും. ഒരു സാധാരണക്കാരൻ്റെ ഒരു വണ്ടിയാണ്. അപ്പോൾ വണ്ടിക്ക് ഒരു 10ൽ എത്ര റേറ്റിംഗ്? എന്നെ സംബന്ധിച്ചിടത്തോളം 10ൽ 10 മാർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടീനെ പറ്റി മേജറായിട്ട് 2 കൺസേൺ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 7 സീറ്റർ ആണ്, പക്ഷേ ഒരു 1 ലിറ്റർ എഞ്ചിനേ ഉള്ളൂ. അപ്പോൾ ഇത് വണ്ടിയുടെ പിക്കപ്പിനെ പറ്റിയിട്ടാണ് ഒരു മേജർ കൺസേൺ.
പിന്നെ രണ്ടാമത്തെ കൺസേൺ ബിൽഡ് ക്വാളിറ്റീനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ പിക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 7 സീറ്റർ വണ്ടിയാണ്. അപ്പോൾ നമ്മളത് 4 പേര് വെച്ച് കയറ്റമൊക്കെ കയറ്റി നോക്കി. അപ്പോൾ അതിൻ്റെ പിക്കപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതൊരു 7 സീറ്റർ വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ എർട്ടിഗയായിട്ടും അല്ലെങ്കിൽ ഇന്നോവയൊക്കെ ആയിട്ടായിരിക്കും. പക്ഷെ അത് വേറെ സെഗ്മെൻറ്റുള്ള വണ്ടികളാണ്, വലിയ എഞ്ചിനൊക്കെയാണ്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ ഒരു പ്രോപ്പർ കമ്പാരിസൺ അല്ല. പക്ഷേ പിക്കപ്പിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. എർട്ടിഗയുടെ ഇന്നോവയുടെ അത്രയും പിക്കപ്പൊന്നും നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുമെങ്കിൽ ഇതൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിലുള്ള വണ്ടിയാണ്. ആ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഹാച്ച് ബാക്കിൻ്റെ ലെവലിൽ അതിനനുസരിച്ചുള്ള ബിൽഡ് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. ട്രൈബറിൽ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ABS ഉണ്ട്, EBD ഉണ്ട്, പിന്നെ അതുകൂടാതെ 4 എയർ ബാഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പാക്റ്റ് സെൻസിങ് ഡോർ അൺലോക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പീഡ് സെൻസിങ് ഡോർ ലോക്ക് ഉണ്ട്. ഡ്രൈവർ സൈഡ് സീറ്റ് ബെൽറ്റിൽ പ്രീ ടെൻഷനറും ലോഡ് ലിമിറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ട്രൈബറിൽ കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ബാലൻസ്ഡ് രീതിയിലാണ് സസ്പെൻഷൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടിയ വീൽ ബേസും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കൂടിയാകുമ്പോൾ ഹമ്പുകളും ഗട്ടറുകളൊക്കെ നല്ല രീതിയിൽ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോയ്സ് എന്ന് പറയുന്നത് വണ്ടിയുടെ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എൻജിൻ നോയ്സ് അത്യാവശ്യം നല്ല രീതിയിൽ കേൾക്കാൻ സാധിക്കും. പക്ഷേ അവിടെ വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോൾ ഒരു 60-70 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോൾ എൻജിൻ നോയ്സോ അതല്ലെങ്കിൽ ടയർ നോയ്സോ റോഡ് നോയ്സോ ഒന്നും ഉള്ളിലോട്ട് വരുന്നില്ല. അപ്പോൾ നോയ്സ് നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈബ്രേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു വൈബ്രേഷൻ ഉണ്ട്. കോമൺ ആയിട്ട് 3 സിലിണ്ടർ എൻജിന് വരുന്നൊരു കാര്യമാണത്. ട്രൈബറിനെ കാണേണ്ടത് ഒരു 7 സീറ്റർ എന്നതിനേക്കാൾ ഉപരി ഒരു 5 സീറ്റർ വിത്ത് നല്ലൊരു സ്റ്റോറേജ് സ്പേസ്, അതല്ലെങ്കിൽ ഒരു ഒക്കേഷണൽ 7 സീറ്റർ എന്ന രീതിയിലാണ് നമ്മൾ ഈ ട്രൈബറിനെ കാണേണ്ടത്. ട്രൈബറിന് റെനോ കൊടുത്തിരിക്കുന്ന ടാഗ് ലൈൻ എന്ന് പറയുന്നത് സ്പേസ് ഫോർ എവരിത്തിങ് എന്നാണ്. അതായത് ട്രൈബറിൻ്റെ ഉള്ളിലുള്ള സ്പേസിനെ തന്നെയാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ സ്പേസ് മാത്രമല്ല, ഫീച്ചേഴ്സിൻ്റെ കാര്യമായാലും യൂസബിലിറ്റി ആയാലും ഫങ്ഷനാലിറ്റി ആയാലും എന്ത് കാര്യത്തിലും ട്രൈബർ മറ്റ് ഹാച്ച് ബാഗുകളിൽ നിന്ന് ഒരുപാട് ദൂരം മുന്നിലാണ്. ഉദാഹരണത്തിന് സ്റ്റോറേജ് സ്പേസ് തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 31 ലിറ്ററാണ് ടോട്ടൽ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോറേജ് സ്പേസ് തന്നെ. അപ്പോൾ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു പക്ക വാല്യൂ ഫോർ മണി വെഹിക്കിൾ തന്നെയാണ് ട്രൈബർ. അപ്പോൾ നിങ്ങളൊരു ഹാച്ച് ബാഗ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, 5 ലക്ഷത്തിനും 8 ലക്ഷത്തിനും ഇടയിലാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈബറും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക.